നുണകൾ പൊളിയുമ്പോൾ പിടിച്ചു നിൽക്കാനും ഒരു കഴിവ് വേണം. മാധ്യമ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഡിലീറ്റ് ചെയ്യുന്നത് ആരാണ്? മെറ്റ പറയുന്നു ആസ് പെർ ദ ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് ആണെന്ന്. നമ്മളോട് മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് ആണ്, അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നമല്ല എന്നത്. റിപ്പോർട്ടറിന് എതിരെയുള്ള ഒരു വിലക്കിന്റെ ഭാഗമായി തന്നെയാണ് ഈ മെറ്റയെ സ്വാധീനിച്ച ഇത്തരത്തിൽ വാർത്തകൾ നീക്കം ചെയ്തത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കേരളത്തിൽ നിലനിന്നിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് മെറ്റ ഒടുവിൽ റിപ്പോർട്ട് നൽകിയ ഈ കത്ത്. അതെന്താണെന്ന് മെറ്റയോട് ചോദിച്ചാൽ മെറ്റ പറയും സർക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് എന്ന്. അതായത് രമണ, കമ്മ്യൂണിറ്റി വയലേഷൻ അല്ല, വളരെ സിമ്പിൾ ആണ്. സർക്കാർ പരാതി പറഞ്ഞത് കൊണ്ടാണ് നീക്കിയത്. കക്കാൻ അറിയുന്നവൻ ഞേലാനും പഠിക്കണം, ഉരുണ്ട് കളിക്കണം എന്ന് നിങ്ങളത് വായിച്ചു നോക്കാം. ഇപ്പൊ പറയുന്ന വിശദീകരണം കിട്ടിയെന്നുള്ള അറിയാവുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കും, എന്താണ് ആ വിശദീകരണം? അതിന്റെ അർത്ഥം ഞങ്ങൾ പറഞ്ഞതാണ് ലീഗൽ റിക്വയർമെന്റ്. ലീഗൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സർക്കാർ എന്താ കാര്യം? ലീഗൽ റിക്വയർമെന്റ് എന്ന് അവർ പറഞ്ഞതാണ്. അത് അവരുടെ ആൽഗരിതം അനുസരിച്ചുള്ള ലീഗൽ റിക്വയർമെന്റ്. ആരാണെന്ന് എനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കും, താൻ ആരാണ്? മെറ്റ വാർത്ത നീക്കം ചെയ്തത് സർക്കാർ പറഞ്ഞിട്ടാണ് എന്ന് വ്യക്തമായിരിക്കെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതിൽ സർക്കാരിനേക്കാൾ വേവലാതി ചില മാധ്യമങ്ങൾക്കാണ്. ഇങ്ങനെ ഒരു വാർത്ത എങ്ങനെ ഒരേ സമയം നിരവധി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു? വാർത്ത നീക്കം ചെയ്തത് തങ്ങളുടെ പിഴവ് കൊണ്ടാണെന്ന് മെറ്റ അറിയിച്ചു എന്ന്. ഉഗ്രൻ ഹെഡിംഗ് ആണ്. നീക്കിയത് മെറ്റ, സംഭവിച്ചത് സാങ്കേതിക പിഴവ്. എന്നാൽ സർക്കാരിനെ മെറ്റ അങ്ങനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങോട്ടൊരു പരാതി കൊടുത്തിട്ടുമില്ല, ഇങ്ങോട്ടൊരു മറുപടി കിട്ടിയിട്ടുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും പരാതി കൊടുത്താൽ സർക്കാർ അതിന്റെ കൂടെ നിൽക്കാം എന്നാണ് എന്റെ വാക്ക്. അഗ്രീഡ് പാർട്ടി, സർക്കാരല്ലല്ലോ അഗ്രീഡ് പാർട്ടി. അഗ്രീഡ് പാർട്ടി നീക്കം ചെയ്ത ഓൺലൈനുകളാണ്, നിങ്ങൾ ഇട്ട പോസ്റ്റുകളാണ് മെറ്റ നീക്കം ചെയ്ത്. നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങളാണ് അഗ്രീഡ് പാർട്ടി. അപ്പോൾ നീക്കിയത് മെറ്റ, സംഭവിച്ചത് സാങ്കേതിക പിഴവ് എന്ന തലക്കെട്ടിൽ വാർത്ത എങ്ങനെ വന്നു? ഫേക്ക് ന്യൂസ് കൊടുത്ത് സർക്കാരിന് ഒത്താശ ചെയ്യുന്ന മാധ്യമങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത കാണണം. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 1,00,000 പോസ്റ്റുകൾ അടക്കം 1,90,000 കണ്ടന്റാണ് ഇന്ത്യയിൽ ആകെ നീക്കം ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ കുനിയാൻ പറഞ്ഞപ്പോൾ മെറ്റ മുട്ടിലെഴയുകയാണ് എന്നതാണ് ദേശീയ സ്ഥിതി. കേരളത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടാണ് വാർത്ത നീക്കം ചെയ്തത് എന്ന് മെറ്റ പറയുമ്പോഴും വി.ഡി. സതീശൻ സർക്കാർ മെഴുകുകയാണ് അതിൽ. അടുത്തത് MDMA കേസാണ്. MDMA കേസിൽ പ്രതിയായ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായ മുഹമ്മദ് ഹുസൈൻ പോലീസ് ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നുപോയത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് എന്ന് മലയാളം മനോരമ റിപ്പോർട്ട് ചെയ്തു. മുഖ്യമന്ത്രി ഹുസൈനെ കണ്ടത് 40-ലേറെ തവണ എന്ന് മറ്റു മാധ്യമങ്ങളും. ചോദ്യം വന്നപ്പോൾ ശരം വിട്ട പോലെ മുഖ്യമന്ത്രി പഠിച്ചു വെച്ച ഉത്തരം ഉരുവിട്ടു. ഞാൻ ഹുസൈനെ പരിചയപ്പെട്ട ദിവസം, ഹുസൈൻ എന്നെ പരിചയപ്പെട്ട ദിവസവും കൂട്ടിക്കുഴച്ചൊരു ക്യാപ്സ്യൂൾ. ഞാൻ അയാളെ പരിചയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്. എന്നെ വന്ന് കണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഫോട്ടോ എടുത്തതാണ്. അതൊക്കെ അന്ന് പറഞ്ഞ് തീർത്ത വിഷയങ്ങളാണ്. നുണ പറഞ്ഞത് പിടിക്കപ്പെട്ടാൽ അടുത്ത ചോദ്യത്തിന് വേറൊരു ദിശയിൽ തന്റെ ഇഷ്ടക്കാരുടെ ചോദ്യത്തിന് അങ്ങോട്ട് നോക്കുക എന്നതാണ് സതീശന്റെ രീതി. 5 വർഷം പ്രതിപക്ഷ നേതാവിന്റെ സോഷ്യൽ മീഡിയ ടീമിൽ പങ്കാളിയായതിൽ അഭിമാനം കൊണ്ടെഴുതിയ പോസ്റ്റാണ്. ഒരാൾ വന്ന് വെറുതെ കണ്ട് ഫോട്ടോ എടുത്തു പോയ പോസിലുമല്ല ഹുസൈനുമായുള്ള വി.ഡി. സതീശന്റെ ചിത്രങ്ങൾ. വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ ബ്രേക്ക് പൊട്ടിയ പോലത്തെ അവസ്ഥയിലാണ്. ആളുകൾ വിശ്വസിക്കുമെന്ന് വിചാരിച്ചൊന്നും മുഖ്യമന്ത്രി ഇപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല.